ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് അരി അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചതാണ്. അതേസമയം ഞാനവിടെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ, അതായത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറേ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അരി ഏകദേശം കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 7-8 മിനിറ്റിൽ നമ്മുടെ അരി വേവും. ഇത് ഏകദേശം 1 കപ്പ് അരിയാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ അതാണ് നമ്മുടെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ അരി കുക്കായി വന്നിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് വെള്ളം കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിൽ കൂടെ അല്ലെങ്കിൽ അരിപ്പയിൽ കൂടെ കളയുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ചൂടാറാൻ വയ്ക്കാം. വേറെ ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് പോവാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ ഒരു 5 മുട്ട പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അതേ പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കി എടുക്കാൻ പോണത്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് ചൂടാറാൻ വെച്ചതാണ്. നന്നായി സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാനൊരു പാനിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടയിലോട്ട് ഞാൻ പറഞ്ഞില്ലേ 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുട്ടയിൽ എപ്പോഴും കുറച്ച് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും. അതുകൊണ്ട് 2 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മുടെ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തോരനൊക്കെ ചെയ്യില്ലേ, മുട്ട തോരൻ ഉണ്ടാക്കില്ലേ, അതേമാതിരി ഒന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ അതിലോട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഞാൻ പെപ്പർ പൗഡർ കൂടെ ഒന്ന് ഫ്രഷായിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ പാനിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കൻ അത് റെഡി ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് തുടങ്ങണം. കുറേ വെജിറ്റബിൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് ക്യാബേജ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കിയത് കണ്ടില്ല, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു പീസസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മോയ്സ്ചർ എല്ലാം മാറി ഡ്രൈ ആയി. അപ്പം ഇനി ഞാനത് കണ്ടില്ല, കാണാൻ പോപ്കോൺ മാതിരി ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. എല്ലാവർക്കും അറിയാമായിരിക്കും മുട്ട ചിക്കുന്നത്, എന്നാലും ഞാൻ പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തു. അതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ ഞാൻ വളരെ കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട് ഗാർലിക്, അതായത് വെളുത്തുള്ളി, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുഞ്ഞായിട്ട് പൊടിയായി അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറാവണം. നല്ല മണം വന്ന് തുടങ്ങും. അത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ട ചിക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. എഗ് ഫ്രൈഡ് റൈസിനുള്ളത് നമ്മുടെ റൈസ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബീൻസ്, ക്യാരറ്റ്, കുറച്ച് ക്യാബേജ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാനിതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ബീൻസും ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പിടി ക്യാബേജും ഒരു 5 ബീൻസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു പിടിയാണ് ഞാൻ, ഏകദേശം ഒരു 1/3 കപ്പ് ഉണ്ടാവും ക്യാബേജ്, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, എഗ്ഗിൻ്റെ ടേസ്റ്റ് വേണം നമുക്ക് മുന്നിട്ട് നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ മുട്ട ചിക്കുന്ന സമയത്തും 5 മുട്ട എടുത്തത്. അപ്പം അത് ഇനി ഒന്ന് വെജിറ്റബിൾസ് ഒന്ന് നമ്മുടെ എണ്ണയിലൊന്ന് സോട്ടേ ആവണം. അതിൻ്റെ ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല, എന്നാൽ ആ ഒരു ടേസ്റ്റ് നിൽക്കും വേണം. അതിലോട്ട് അതേമാതിരി ഒരു കൈപ്പിടി ക്യാരറ്റ് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. ഞാൻ ആക്ച്വലി ഫുഡ് പ്രോസസ്സറിൽ ചോപ്പ് ചെയ്തെടുത്താണ്, അല്ലെങ്കിൽ
ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നന്നായി വളരെ കുഞ്ഞായി അരിഞ്ഞു വയ്ക്കുക. ബീൻസ് ഞാൻ കുറച്ച് സൈഡിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. അതാണ് കുറച്ച് നീളത്തിൽ കിടക്കുന്നത് ബീൻസ്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ മുട്ടയിൽ മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കുക. ഒന്ന് കുക്കായി വരട്ടെ. കുക്കായി വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും പാടുള്ളൂ. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് കുഴയ്ക്കരുത് വെജിറ്റബിൾസ്. ഇനി ഇതിലോട്ട് നമുക്കൊരു ഏകദേശം ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ്, ഞാനിവിടെ ഗ്രീൻ ചില്ലിയുടെ സോസാണ്, റെഡ് ചില്ലി സോസല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും 2 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നന്നായി ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് സ്പ്രിംഗ് ഒനിയനും കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒഴിച്ച സോസസൊക്കെ ഒന്ന് വെജിറ്റബിൾസിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ, ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സോസിലൊന്നൊക്കെ ഒന്ന് മിക്സായി വരും. അതിനുശേഷം നമുക്ക് മുഴുവൻ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ആ സോസും വെജിറ്റബിൾസും എല്ലാം കൂടെ കലരണം. ഗാർലിക് ഉണ്ട്, നല്ല ഫ്ലേവർ തരുന്ന ഒരു ഐറ്റമാണ് ഗാർലിക് നമ്മുടെ ഫ്രൈഡ് റൈസിന്. എപ്പോഴും വേറൊരു കാര്യം, എപ്പോഴും ചൈനീസ് ഡിഷസ് കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. അതിൻ്റെ കളറും അതിൻ്റെ ക്രിസ്പ്നെസ്സും എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് വെന്ത് കുഴഞ്ഞു പോയത്, എന്നാൽ കുക്കാവുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എപ്പോഴും ഫ്രൈഡ് റൈസും ഏത് ചൈനീസ് ഡിഷസ് ആയാലും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായി ഒന്ന് ടോസ് ചെയ്തെടുക്കുക, കുഴഞ്ഞു പോവരുത്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് എല്ലാം ഒന്ന് ടോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ടയും ആ അരിയിൽ ചോറിൽ നന്നായി ഒന്ന് കുഴഞ്ഞ് നല്ല ടേസ്റ്റ് വരണം, എന്നാലേ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് കറക്റ്റായി വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 5 മുട്ട എടുത്തിട്ടാണ് ചിക്കി എടുത്തത്. അപ്പോൾ ഇനി നന്നായി ഒന്ന് എല്ലാം അവിടേക്ക് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കുക, കയ്യിലോണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ് എല്ലാം. പെട്ടെന്ന് ആരെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അല്ല, ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ട്. സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യുക. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ ഡെക്കറേഷന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് സ്പ്രിംഗ് ഒനിയൻ കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് ഇളക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.